തുടക്കത്തിൽ നമ്മൾ കാണും. അങ്ങനെ അടുത്ത ദിവസം ഹോമിനെയും ബാങ്കിനെയും കൊണ്ട് ഒരു വലിയ VIP ക്ലയന്റ് നിന്റെ ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഹോം കൊണ്ടുപോകുന്നത് അന്ന് ആ ഒരു സോയ ഓയിൽ മിക്സ് ചെയ്ത് സോയ അലർജി ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് അറിയാതെ പീച്ച് ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്ത് പ്രശ്നമായിട്ടുണ്ടായിരുന്നല്ലോ. അതേ ആളുടെ അടുത്തേക്കാണ്. അയാൾ ആ ഒരു സ്ഥലത്ത് വലിയ VIP ആണല്ലോ. അപ്പൊ അവിടേക്ക് കൊണ്ട് ആൾക്ക് അവന്റെ ഫുഡ് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാനും അവന്റെ ഫുഡ് കാരണം ഒരിക്കൽ പ്രശ്നത്തിലായ അയാൾ തന്നെ അവനത് തെറ്റായി അറിഞ്ഞുകൊണ്ടല്ലാതെ ചെയ്ത ഒരു കാര്യമല്ലേ. അപ്പൊ ഇനി അത് തിരുത്താനായിട്ട് അവനൊരു അവസരം. അവൻ നല്ലൊരു ഫുഡ് ആൾക്ക് നൽകുകയും ആളത് കഴിച്ച് ആളുടെ സത്യസന്ധമായ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ അവനത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും ഉറപ്പുള്ള ഹോം അങ്ങനെ ഒരു കാര്യം അറിയുകയും ചെയ്തു. കാരണം ആ ഒരു പണക്കാരൻ ഹോമിന്റെ ഫാമിലി ഫ്രണ്ട് ആണ്. ഹോമിന് അതുകൊണ്ട് തന്നെ ആളോട് കാര്യങ്ങൾ പറയാനായി വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങനെ അവിടെ കുക്ക് ചെയ്യാനായി ഇപ്പൊ പോയി നിൽക്കുന്ന പീച്ചിനെ സംബന്ധിച്ച് അത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. കാരണം പീച്ചിന് അപ്പോഴേക്കും അയാളുടെ ഫാമിലിയിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുകളുടെ ഒക്കെ ആത്മാക്കളെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ അവൻ കുക്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഡിഷും കാര്യങ്ങളും ഒക്കെ തന്നെ അയാൾ കഴിക്കുന്നതും ടേസ്റ്റ് ചെയ്ത് പ്രായം പറയുന്നതും ഒക്കെ തന്നെ ഒരു വീഡിയോ കണക്ക് ഒരു ഷെഫിനും ക്ലയന്റിനും ഇടയിലുള്ള ഒരു ഫൺ സെഷൻ കണക്ക് ടെലികാസ്റ്റ് ചെയ്യാനായി പാങ്ങിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ തന്നെ ഹോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ആ ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ കിച്ചണിൽ അടുത്ത ഡിഷ് കുക്ക് ചെയ്യാനായി പീച്ച് നിൽക്കുമ്പോൾ ക്യാൻ ആകട്ടെ ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ എന്ന രീതിയിൽ ഈ ഫുഡിനെ പറ്റി ഓരോ കാര്യങ്ങൾ ചോദിക്കാണ്. അതിനിടയിൽ തനിക്ക് സംഭവിച്ച ആ ഒരു ആക്സിഡന്റിന്റെ കാര്യം പീച്ചിന്റെ വായിന്ന് വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹോം ആകട്ടെ ഇവൻ ഈ ആക്സിഡന്റിന്റെ കാര്യം മറക്കത്തേ ഇല്ലെന്ന് മട്ടില് ടെൻഷനായി അവനെ നോക്കുന്നുണ്ട്. ഈ സമയം പീച്ച് തിരിഞ്ഞ് ഹോമിനെ നോക്കുമ്പോൾ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഹോം പീച്ചിന്റെ മുഖം കാണുന്നു. ആകെ പേടിച്ച് അവൻ അലമുറ ഇടുമ്പോഴേക്കും ഇപ്പുറത്ത് പാങ്ങും ആ ഗസ്റ്റും ഒക്കെ ആ ഒരു ശബ്ദം കേട്ട് ഞെട്ടുന്നു. അങ്ങനെ അടുത്ത ഡിഷ് റെഡിയാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് പുള്ളിക്കാരന് മാത്രമായിരുന്നില്ല പീച്ച് സെർവ് ചെയ്യുന്നത്. അവിടെ 5 സീറ്റിന്റെ നേരെ അത് വെച്ചിട്ടുണ്ട്. ഇതെന്താ 5 എണ്ണമെന്ന് പീച്ചിനോട് ആ ഒരു ഗസ്റ്റ് ചോദിക്കുമ്പോൾ ഇത് താങ്കൾക്ക് മാത്രമല്ല താങ്കളുടെ ഫാമിലി മെമ്പേഴ്സിനും കൂടി വേണ്ടിയുള്ള ഫുഡാണെന്ന് പറയുമ്പോഴാണ് ആ 5 ചെയറിലും മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ അച്ഛൻ, അമ്മ, വൈഫ്, കുട്ടി എന്നിങ്ങനെയുള്ളവരൊക്കെ. പക്ഷേ ഈ പ്രേതങ്ങൾ തന്റെ കൂടെ ഉള്ള കാര്യം ആ ഒരു ഗസ്റ്റിന് അറിയില്ലല്ലോ. പുള്ളിക്കാരനായിട്ട് എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ഫുഡ് വേസ്റ്റ് ആക്കുന്നത്, ഇതും കൂടി ഞാൻ കഴിച്ചോളാം, നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് ആ പ്രേതങ്ങളുടെ അവിടെ കൂടി വെച്ചിരുന്ന ഫുഡ് അവർക്ക് കഴിക്കാൻ കൊടുക്കാതെ എടുത്ത് കഴിക്കുന്നുണ്ട്. അതെ, അടുത്ത ഫുഡിനായിട്ട് ഞാൻ വെയിറ്റ് ആണ്, ഇത്രയും നേരം കഴിച്ച ഫുഡൊക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്നും പറഞ്ഞ് അവനെ പ്രശംസിക്കുകയും ചെയ്യുന്നു. പീച്ച് ഒരുപാട് ഹാപ്പി. അങ്ങനെ പീച്ച് കുക്ക് ചെയ്യുമ്പോൾ ഹോമും ഓരോ സഹായങ്ങളൊക്കെ ചെയ്തുണ്ട്. ഇതിന്റെ ഇടയിൽ ആങ്കറായി നിന്ന് ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന പാങ് ആകട്ടെ ഓരോ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ഇടയിലൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈ ഒരു ലാസ്റ്റ് റൗണ്ട് ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അലർജിയാണ് ഈ വെളുത്ത കടല. അപ്പൊ അങ്ങനത്തെ ആ ഒരു കടല കൊണ്ട് ഡിഷ് ഉണ്ടാക്കി കൊടുത്താൽ അദ്ദേഹത്തിന് അലർജി ആവുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെ പക്ഷെ കടല കണക്കിരിക്കുന്ന എന്നാൽ കടല അല്ലാത്ത ഒരു ഡിഷാണ് ഇപ്പോൾ ഇവിടെ പീച്ച് വെറൈറ്റി ആയി ട്രൈ ചെയ്യുന്നത്. ആൾക്ക് ഈ ഒരു കടല ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അലർജി കാരണം അതിന് സാധിക്കില്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാം എന്ന രീതിയിൽ വെറൈറ്റി ആയിട്ട് ഒരു ഡിഷാണ് അവൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അവൻ ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഇത് ശരിയാവോ പ്രശ്നമാവോ എന്നൊക്കെ തന്നെ കൂടെയുള്ളവർക്ക് ഡൗട്ട് ആവുന്നുണ്ടെങ്കിലും അവൻ വളരെ കോൺഫിഡന്റ് ആയി തന്നെ ആ ഒരു ഡിഷ് പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഗസ്റ്റ് അത് എനിക്ക് അലർജി ഉള്ള ഐറ്റം അല്ല, പിന്നെ ഞാൻ ഇങ്ങനെ കഴിക്കുമെന്ന് കണ്ടപാടെ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല സാർ, ഒന്ന് കഴിച്ചു നോക്ക്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. മുന്നേ ഞാൻ കാരണം സാറിന് പറ്റിയ പ്രശ്നം കൊണ്ട് എനിക്ക് വലിയ നഷ്ടങ്ങളാണ് ലൈഫിൽ സംഭവിച്ചത്. എന്റെ സ്വപ്നം തന്നെയാണ് എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, സാറിനെ വിശ്വസിക്കുന്നു പറഞ്ഞ് അവനത് കഴിക്കാനായി പറയുമ്പോഴേക്കും അത് കഴിച്ചു നോക്കുന്ന ആള് പെട്ടെന്ന് എന്തോ ശ്വാസം മുട്ടുന്ന കണക്ക് കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ട് എല്ലാവരും പേടിക്കുന്നുണ്ടെങ്കിലും ആൾ ഓക്കെ ആവുന്നുണ്ട്. നിറകെ കയറിയതായിരുന്നു, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പീച്ച് പറഞ്ഞ കണക്ക് തന്നെ ആ ഒരു ഡിഷ് കഴിച്ച ആൾക്ക് ഒരു പ്രശ്നവും പറ്റിയില്ല. വളരെ സന്തോഷത്തിലായാൽ പീച്ചിനോട് താങ്ക്സ് പറയുന്നു. എനിക്കിത് വളരെ ഇഷ്ടമാണ്, പക്ഷെ എനിക്കിത് കഴിക്കാൻ പറ്റില്ലല്ലോ, അലർജി ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർ കഴിക്കുമ്പോൾ ഞാൻ കൊതിയോടുകൂടി നോക്കിയിരിക്കായിരുന്നു. പക്ഷെ നീ ഇപ്പോൾ ഉണ്ടാക്കി തന്ന ഈ ഒരു ഡിഷ് കഴിക്കുമ്പോൾ എനിക്ക് ഒറിജിനൽ ആയിട്ട് അത് കഴിക്കുന്ന കണക്കൊരു ആത്മസംതൃപ്തി തോന്നുന്നുണ്ട്. എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടവും ഇല്ലാതെ ഒരു ഫ്രീ മൈൻഡ് ആയിട്ട് എനിക്കിപ്പോൾ അത് കഴിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്നൊക്കെ അയാൾ പറഞ്ഞ് പീച്ചിനെ പ്രശംസിക്കുന്നു. നമുക്ക് അലർജി ഉള്ള ഒരു ഡിഷിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി നമുക്ക് അതേ ഡിഷ് കഴിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനിൽ കഴിക്കാനായി മറ്റൊരു ഡിഷ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം വരില്ലേ, അതേ കണക്കുണ്ടായിരുന്നു ആൾക്ക്. അതുകൊണ്ട് നിന്നില്ല, അവസാനം ഒരു ഡെസേർട്ടും കൂടി പീച്ച് അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡെസേർട്ടില് എന്നോട് ക്ഷമിക്കണമെന്നും അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഡെസേർട്ടും മനസ്സറിഞ്ഞ് കഴിക്കുന്ന ആ ഒരു ഗസ്റ്റ് അവനെ ക്ഷമിക്കുന്നുണ്ട്. അവൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ആൾക്ക് അവൻ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ ഇനി ഒരിക്കലും തന്റെ മനസ്സിൽ ഒരു തരിമ്പ് പോലും ഇല്ലെന്നും കൂടാതെ ആ ഒരു സമയത്ത് എല്ലാം നല്ല ഹാപ്പിയായി അവസാനിച്ചതോടുകൂടി പീച്ചും ഹോമും ഒക്കെ വളരെ ഹാപ്പിയാണ്. പീച്ചാകട്ടെ പിന്നീട് അവിടെ കുക്ക് ചെയ്ത പാത്രമൊക്കെ കഴുകി നിൽക്കുമ്പോൾ ഹോമിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. നീ കാരണമാണ് എനിക്ക് എന്റെ ഉള്ളിലെ പേടിയും കുറ്റബോധവും ഒക്കെ മാറ്റാനായി സാധിച്ചത്, അതിന് ഒരുപാട് താങ്ക്സ്. നീ കാരണം എന്റെ ഡ്രീമും ഞാൻ അച്ചീവ് ചെയ്യാൻ പോവുകയാണ്, എല്ലാ കാര്യങ്ങളും നീ കാരണമാണെന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ ഹോം ചിരിക്കുന്നു. കൂടാതെ ഹോമിനോട് പീച്ച് പ്രത്യേകമായി അവൻ എന്താണ് ലൈഫിൽ ഇപ്പോൾ വേണ്ടത്, എന്താണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ പറ്റി ചോദിക്കുന്നു. എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല, ഒരു ഫാമിലി അതെന്റെ എപ്പോഴത്തെയും ആഗ്രഹമാണ്, പക്ഷെ എനിക്ക് അതിപ്പോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആകെപ്പാടെ ഉണ്ടായിരുന്ന മുത്തശ്ശനും മരിച്ചല്ലോ എന്ന രീതിക്ക് ഹോം സങ്കടപ്പെടുമ്പോ പീച്ചാകട്ടെ വിഷമിക്കേണ്ട, ഞാനും ബാങ്കും എപ്പോഴും നിന്റെ ഒപ്പം തന്നെ കാണുമെന്ന് പീച്ച് പറയുന്നുണ്ട്. ഹോമിന് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അന്ന് തിരിച്ചു പോകുന്ന ഹോമാകട്ടെ കുക്കിംഗ് പ്രാക്ടീസ് ചെയ്യാണ്. കുക്ക് ചെയ്തൊന്നും ഒരു രീതിയിലും ഹോമിന് പരിചയമേ ഇല്ല.
എന്നിട്ടും അവനിപ്പോ ഇത് ചെയ്യുന്നത് പീച്ച് തന്നോട് ക്ഷമിക്കണം, അവനോട് താൻ അറിയാതെ ചെയ്ത ആ ഒരു വലിയ തെറ്റിന് അവൻ തനിക്ക് മാപ്പ് തരണം എന്ന ഒരു രീതിക്കാണ്. കാരണം പീച്ച് മുന്നേ ആ ഒരു ഗസ്റ്റിനോട് ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താണല്ലോ സോറി ഒക്കെ പറഞ്ഞത്. അപ്പോൾ അതേ കണക്ക് താനും അവന് ഫുഡ് ഒരു മീഡിയമായി എടുത്ത് അതുവഴി അവനോട് സോറി പറയാം എന്നത് പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഇവൻ ചെയ്യുന്നത്. അങ്ങനെ കുക്കിംഗ് ഒന്നും ഒട്ടും വശമില്ലാത്ത ഹോം കുക്ക് ചെയ്ത് കുറെ പാൻ കേക്ക്സ് ഉണ്ടാക്കി നോക്കി അതെല്ലാം കരിച്ചു കളയുന്നുണ്ട്. ഇതൊക്കെ അവന്റെ അങ്കിളും കാണുന്നു. പതിവില്ലാതെ ഹോം എന്ന അടുക്കളയിൽ നിന്ന് അങ്കിൾ അന്തം വിടുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ക്യാനാകട്ടെ അവളുടെ കയ്യിലുള്ള ഹോം പീച്ചിനെ ആക്സിഡന്റിൽ പെടുത്തിയ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് അവൾ എവിടെ അപ്ലോഡ് ചെയ്യുന്ന കണക്ക് നമുക്ക് കാണാം. എന്താണ് സംഭവം എന്നറിയില്ല. എന്തായാലും അടുത്ത ദിവസം പീച്ച് പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും അവന് ബെസ്റ്റിന്റെ കോൾ വരുന്നുണ്ട്. എടാ ഒരു വൈറൽ കാര്യം ഇപ്പൊ നിന്നെ പറ്റി പോകുന്നുണ്ട്, വേഗം എടുത്ത് നോക്കെന്നും പറഞ്ഞ് ബെസ്റ്റ് പറയുമ്പോഴാണ് ഫോൺ എടുത്ത് പീച്ച് നോക്കുന്നത്. നോക്കുമ്പോൾ ഒരു വീഡിയോ ആണ്, അവൻ ആക്സിഡന്റിൽ പെട്ട ആ ഒരു കാര്യത്തെ പറ്റിയുള്ള വീഡിയോ. പക്ഷെ ആ വീഡിയോ കാണുന്നവൻ ആകെ ഞെട്ടിപ്പോന്നു. കാരണം അവനെ അന്ന് ആക്സിഡന്റിൽ പെടുത്തിയത് ഹോം ആണെന്ന രീതിയിൽ വീഡിയോ ഇപ്പൊ പോയിരിക്കുന്നു. ന്യൂസുകാരൊക്കെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. 3 വർഷങ്ങൾക്ക് മുന്നേ വലിയൊരു പണക്കാരൻ വീട്ടിലെ പയ്യൻ ഒരു പാവപ്പെട്ട പയ്യനെ ആക്സിഡന്റിലാക്കിയിട്ട് ആ കേസ് തേച്ച് മായ്ച്ചു കളഞ്ഞു. ഇപ്പൊ അതിന്റെ ഫുൾ എവിഡൻസ് കിട്ടിയിരിക്കുന്നു എന്ന രീതിയിൽ പണക്കാര് പാവങ്ങളെ ദ്രോഹിക്കുന്നു എന്ന ഒരു ടൈറ്റിലൊക്കെ കൊടുത്ത് കാശിന്റെ ഹുങ്ക് കാണിക്കുന്നു എന്ന ഒരു രീതിയിൽ വാദിച്ച് അങ്ങനെ ന്യൂസുകാർ ഈ ഒരു വീഡിയോ തളങ്ങും വിലങ്ങും ഇട്ടങ്ങ് ഭയങ്കര സംഭവമാക്കി മാറ്റാണ്. ഈ സമയമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അന്ന് ആക്സിഡന്റ് നടക്കുന്നതിന് മുന്നേ ഹോം ഡ്രിങ്ക്സ് അടിച്ചിരുന്നു എന്ന് മുന്നേ കേട്ടിരുന്നല്ലോ. പക്ഷെ ആക്ച്വലി അത് സത്യമായിരുന്നില്ല. ഹോം ഒരു പബ്ബിൽ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ അവൻ ഡ്രിങ്ക്സ് അടിച്ചിരുന്നില്ല. അവന് കുടിക്കാനായി ഫ്രണ്ട്സ് ഒഴിച്ചു കൊടുക്കുന്ന ഡ്രിങ്ക്സ് ഒക്കെ അവൻ കമത്ത് കളയായിരുന്നു. ഇത് കാണുന്ന അവന്റെ അപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന ഒരു പെൺകുട്ടി നീ എന്ത് ചെയ്യുന്നത്, ഡ്രിങ്ക്സ് അടിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അടുത്തുള്ളപ്പോ എനിക്ക് എന്തിന് ഡ്രിങ്ക്സ് എന്ന ആ ഒരു ഡയലോഗ് അടിച്ചു അവൻ അവളുടെ അടുത്ത് പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും വേറൊരുത്തം വന്ന് ഇവൾ എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് തട്ടിക്കയറുന്നു. നീ ഓൾറെഡി ഇവനായിട്ട് ബ്രേക്കപ്പ് ചെയ്തു എന്നല്ല എന്നോട് പറഞ്ഞേ, അപ്പോ എന്താ സത്യം എന്ന് ഹോം ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി ഒന്നും മിണ്ടുന്നില്ല. അവൾ ഒരേ ടീം തന്നെയും അവളുടെ എക്സ് എന്ന് തനിക്കറിയാവുന്ന ഇവനെയും ഒരേ ടീം ഡേറ്റ് ചെയ്യായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഹോമിന് ദേഷ്യമെന്ന് അവൻ അവിടെ നിന്ന് ദേഷ്യത്തില് പിണങ്ങിപ്പോയി ഡ്രൈവ് ചെയ്യാനായി തുടങ്ങുന്നു. ഇതേ സമയത്താണ് പീച്ചാകട്ടെ അടുത്ത ദിവസം താൻ ഷെഫിന്റെ കൂടെ വലിയൊരു VIP ഗസ്റ്റിന് അസിസ്റ്റന്റ് ആയി നിൽക്കാനായി പോകുന്നു. ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന കാര്യത്തിൽ താനാണ് ഷെഫിന്റെ അസിസ്റ്റന്റ് എന്ന ഒരു സന്തോഷത്തില് മടങ്ങി വരുന്നത്. ഈ ഒരു സമയം അവനും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിൽ വരെയാണ്. ഇതേ ഹോം ആകട്ടെ ഭയങ്കര ടെൻഷനില് കാർ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ആ ഒരു പെൺകുട്ടി അവനെ തലങ്ങും വിലങ്ങും ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ ഡിസ്റ്റർബ് ആയി അവനും ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവര് രണ്ടുപേരും ഒരേ സമയം നേർക്ക് നേരെ വരുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ആക്സിഡന്റ് നടക്കുന്നത്. അങ്ങനെ തന്റെ വണ്ടി അടിച്ച് ഒരു പയ്യൻ താഴെ കിടക്കുന്നുണ്ട്. ടെൻഷൻ ആവുന്ന ഹോം വേഗം തന്നെ അങ്കിളിനെ വിളിക്കുന്നു. കാര്യങ്ങൾ പറയുമ്പോൾ ആരും ഇത് കണ്ടോന്ന് അങ്കിൾ ചോദിക്കുന്നുണ്ട്. ആരും കണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷെ അങ്കിൾ ഞാൻ ആ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെന്നൊക്കെ ഹോം ചോദിക്കുമ്പോൾ വേണ്ട നീ മണ്ടത്തരം കാണിക്കരുത്, ഇത് വലിയ പ്രശ്നവും, നീ ഒരു കാര്യം ചെയ്യും ലൊക്കേഷൻ എനിക്ക് അയച്ചിട്ട് വേഗം വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്ന അങ്കിളാണ് ഹോമിനെ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ പിന്നീട് അതിനെപ്പറ്റി നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഹോമിന് അറിയില്ല. എല്ലാ കാര്യങ്ങളും അവന്റെ അങ്കിള് കൈകാര്യം ചെയ്തു എന്നാണ് അവൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും അന്ന് ആക്സിഡന്റിന് ശേഷം ആ പയ്യൻ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നതുപോലും ഹോം പിന്നെ ചിന്തിച്ച ഒരു കാര്യമല്ലെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ഒരു കാര്യങ്ങൾ ഇപ്പോ ആ വീഡിയോ വൈറലായതോടുകൂടി അറിയുന്ന പീച്ച് ഹോമാണ് തന്റെ ആ ഒരു പ്രശ്നത്തിന് കാരണമെന്ന് മനസ്സിലാക്കി ആകെ കാലി പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഔട്ട് ആയതോ പീച്ച് എല്ലാ സത്യങ്ങളും അറിഞ്ഞതോ ഒന്നും അറിയാതെ പീച്ചിനോട് സോറി ചോദിക്കാനായി ആ ഒരു പാൻ കേക്കും റെഡിയാക്കുന്ന ഹോമിനെയും നമുക്ക് ഒരു ഭാഗത്ത് കാണാം. അങ്ങനെ ഹോമിന്റെയും പീച്ചിന്റെയും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി അവർ ഹാപ്പിയായി നല്ല ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്താണ് വീണ്ടും ഇത്രയും വലിയൊരു കാര്യം പുറത്തു വരുന്നത്. പാങ് ഈ കാര്യങ്ങളെ പറ്റി പീച്ചിനോട് സംസാരിക്കുന്നതാണ്. ഹോമിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് ഹോമിനോട് ദേഷ്യപ്പെട്ടാ പോരെ, അല്ലാതെ എടുത്തു ചാടി ചേട്ടൻ ഇതിന്റെ പേര് ദേഷ്യപ്പെടരുത് എന്നെല്ലാം തന്നെ പാങ് പീച്ചിനെ സമാധാനിപ്പിക്കാനായി നോക്കുമ്പോൾ ഓൾറെഡി എന്റെ ആക്സിഡന്റിനെ പറ്റി അവൻ എല്ലാം അറിയാം. അവൻ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നറിഞ്ഞിട്ടും അതിന്റെ ഒരു കുറ്റബോധവും ഇല്ലാതെ അവൻ ഈ പണി എന്നോട് കാണിച്ചെങ്കിൽ എനിക്ക് അങ്ങനെ അവനോട് പൊറുക്കാൻ സാധിക്കില്ല. തീർച്ചയായും ഇതിനുള്ള മറുപടി അവൻ എനിക്ക് തന്നേ പറ്റൂന്ന് ഭയങ്കരമായി തന്നെ പീച്ച് ദേഷ്യത്തിലാണ്. ആ സമയത്താണ് ഹോമാകട്ടെ പീച്ചിനെ കണ്ട് സോറി പറയണം എന്ന രീതിക്ക് പീച്ച് ഇത് അറിഞ്ഞു എന്ന് അറിയാതെ അങ്ങോട്ടേക്ക് പുറപ്പെട്ട് പോകാനായി ഒരുങ്ങുന്ന കാഴ്ച കാണുന്ന അങ്കിൾ അവനെ തടയുന്നുണ്ട്. അങ്കിൾ ഈ ഒരു ന്യൂസ് ഒക്കെ അവനെ കാണിച്ച് നീ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ട, നമുക്കെല്ലാം ലോയർ വഴി ശരിയാക്കാന്നൊക്കെ പറയുന്ന ടീം ഇല്ല, ഞാൻ അവനോട് അറിയാതെ ചെയ്ത ആ ഒരു തെറ്റിന് എനിക്ക് അവനോട് സോറി പറയണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്നായിരുന്നു ഹോം പറയുന്നത്. പക്ഷേ അത് അങ്കിൾ അങ്ങനെ കേൾക്കാനേ തയ്യാറാവുന്നില്ല. അങ്കിൾ അവനെ തടയുമ്പോൾ ഡ്രൈവറിനോട്, അതായത് ആ ബോഡി ഗാർഡ് ഉണ്ടല്ലോ, അവളോട് വണ്ടി എടുക്കണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ടാക്സി വിളിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞ് ഹോം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ അവനൊരു ടാക്സി പിടിച്ച് പീച്ചിനും ബാങ്ങിനും സ്റ്റേ ചെയ്യാനായി അവൻ തന്നെ നൽകി ആ ഒരു ഇടത്തേക്ക് എത്തുമ്പോൾ പക്ഷെ അവരവിടെ ഇല്ല. ആ ലോയർ ഉണ്ട്, ഇവരെവിടെയെന്ന് ഹോം ചോദിക്കുമ്പോൾ അവരോട് ഞാൻ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഇനി കേസിന് പോകരുത്, അവർക്ക് വേണ്ട കോമ്പൻസേഷൻ തരാന്ന് പറഞ്ഞപ്പോൾ അവരിവിടെ നിന്ന് പോയി എന്ന് പറയുന്ന ആ ലോയർ. പക്ഷെ ഞാൻ ഓഫർ ചെയ്ത കാശ് ആ പയ്യൻ വാങ്ങിച്ചില്ല. അവൻ അത് വാങ്ങിച്ചില്ല എന്ന് മാത്രമല്ല, മറിച്ച് ഹോമിന്റെ കൂടെ പ്രേതത്തെ വേട്ടയാടാനായി നിന്ന് കുറച്ച് ക്യാഷ് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹോം കൊടുക്കാൻ നേരത്തെ കാശ്, അതൊന്നും തന്നെ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് ഹോമിനെ ഏൽപ്പിക്കാൻ വേണ്ട കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് പീച്ചും പാങ്ങും അവിടെ നിന്ന് ഇറങ്ങിയതെന്ന് ആ ലോയർ പറയുന്നു. ഹോമിന് ഭയങ്കര ദേഷ്യം
ദേഷ്യം വരുന്നുണ്ട്. അവൻ ദേഷ്യത്തിൽ ആ ലോയറിനെ അടിക്കുന്നു. കാരണം അവനാകട്ടെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് എത്തി പീച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞു മാപ്പ് ചോദിക്കണം എന്നുദ്ദേശിച്ചാണ് വന്നത്. അപ്പോഴേക്കും തന്റെ അങ്കിളുടെ വാക്ക് കേട്ട് ഈ ലോയർ ഇവിടെ വന്ന് ഇങ്ങനെ ഷോ കാണിച്ചതുകൊണ്ടാണ് പീച്ചും ബാങ്ങും ഇവിടെ നിന്ന് പോയത്. തനിക്ക് അവരെ ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അവർ തന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും? താൻ ഒരിക്കലും അവരെ ദ്രോഹിക്കാനായി മുന്നേ ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ തനിക്ക് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായി ഒരു അവസരം പോലും കിട്ടുന്നതിന് മുന്നേ ഇവരൊക്കെ ഇടപെട്ടതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് അവന് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് അവനിപ്പോ ആ ലോയറിനെ അടിച്ചത്. പക്ഷെ ലോയറായിട്ട് ഹോമിനെ ഇവിടെ നിന്ന് തിരിച്ച് പീച്ചിനെ ബാങ്കിനെ അന്വേഷിച്ചു പോകാനേ അനുവദിക്കാതെ അവിടെ അയാളുടെ ആളുകളെ കൊണ്ട് ബലമായി ബന്ദിയാക്കുന്നു. അങ്ങനെ ഹോമും പീച്ചും തിരിച്ച് അവർ തനിയെ താമസിച്ചിരുന്ന അതേപടി സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പീച്ചാണെങ്കിൽ ഈ നടന്ന കാര്യങ്ങളോർത്ത് ആകെ സങ്കടത്തിലാണ്. ഇതേ ടൈം ഹോമിന്റെ ഫാമിലിയിൽ അവൻ കാരണം ഇപ്പൊ കുടുംബത്തിന് ചീത്തപ്പേരായി എന്ന് പറഞ്ഞ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവന്റെ ആ ഒരു ആന്റിയാണ്. സാരയില്ല, ഇതൊക്കെ എങ്ങനെയും ഡീൽ ചെയ്യാന്നൊക്കെ അങ്കിള് പറയുന്നുണ്ടെങ്കിലും കുടുംബത്തിന്റെ പേര് ഇവൻ കാരണം നശിച്ചു എന്നൊക്കെ അവരവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം പാങ്ങകട്ടെ പീച്ചിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഹോമിന്റെ കൂടെ തിരിച്ചു വർക്ക് ചെയ്യാൻ പൊക്കൂടെ, ഇതൊന്നും വലിയ കാര്യമല്ല, ഹോം അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല എന്നല്ല പാങ് പറയുമ്പോ കൂട്ടത്തിൽ തന്നെ ഇത്രയും നാള് ചെയ്ത ജോലിയുടെ കാശും കൂടി പീച്ച് തിരിച്ചു കൊടുത്തത് പാങ്ങിന് അത്ര താല്പര്യം ഇല്ലാത്ത കാര്യമായിരുന്നു എന്നെന്തായാലും മനസ്സിലാക്കാം. അങ്ങനെ അവിടെ സംസാരം നടക്കുമ്പോ ഈ ബാൽക്കണിയുടെ അവിടുത്തെ കർട്ടൻ മാറ്റുമ്പോ അവിടെ ഒരു പ്രേതരൂപത്തെ കണ്ട് പീച്ച് പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിനു മുന്നേയും ഇതേ സ്ഥലത്ത് ഇതേ കണക്ക് ഈ പ്രേതത്തെ പീച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു പ്രേതത്തെ പീച്ച് കാണാറുണ്ട്, അവനത് കാണുമ്പോ ഇങ്ങനെ നിലവിളിക്കാറുണ്ട് എന്നത് പാങ്ങിനും വ്യക്തമായി അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ അവൾ ഈ ഹോമിന്റെ കാര്യത്തിൽ പീച്ചിനോടാകെ കലിപ്പായിരിക്കുന്നത് കൊണ്ട് അവൻ എന്ന കിടന്ന് അലറട്ടെ പേടിക്കട്ടെ എന്ന രീതിക്ക് അവൾ മനഃപൂർവ്വം ഇപ്പൊ ആ കേട്ടോ മാറ്റിയതാണ്. കാരണം ഇവരിപ്പോ സ്റ്റേ ചെയ്യാനേ എത്തിയിരിക്കുന്നത് മുന്നിവർ വാടക കൊടുക്കാത്തതിന്റെ പേരിൽ ഇറങ്ങിപ്പോയേണ്ടി വന്ന സ്ഥലമുണ്ടല്ലോ, അതേ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം. ഹോമായിരിക്കും. ചേട്ടൻ സംസാരിച്ച കാര്യങ്ങൾ സെറ്റിലാക്കാൻ നോക്കുന്നില്ല. പാങ് പറയുമ്പോ എനിക്ക് അവനോട് സംസാരിക്കേണ്ട, നീ ഇപ്പൊ പോയി കതകം തുറക്കണ്ടെന്ന് പീച്ച് പറയുന്നുണ്ട്. പക്ഷെ പാങ് കേൾക്കുന്നില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും ഹോമും പീച്ചും ഒന്നിക്കണം എന്നതാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ കതക് തുറക്കാൻ പോവാണെന്ന് പറഞ്ഞു അവൾ പോയി കതക് തുറക്കുമ്പോഴേക്കും ഹോമിനെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാതെ പീച്ച് മാറി നിൽക്കുന്നുണ്ട്. ഈ സമയം അവിടേക്ക് കടന്നു വന്നത് ഹോം ആയിരുന്നില്ല, മറിച്ച് മറ്റൊരാളാണ്. ഇതല്ലേ പീച്ചിന്റെ വീട്? പ്രേതം ഓടിക്കുന്ന പീച്ച് കാണാനായിട്ട് വന്നതാണെന്ന് അയാൾ പറയുന്നു. ഈ സമയം വന്നത് ഹോം അല്ല എന്ന് മനസ്സിലാക്കുന്ന പീച്ച് അകത്ത് നിന്ന് തലയെത്തി നോക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ആരാണ് ഈ വന്നത്, എന്തിനാണ് വന്നത് എന്ന് വ്യക്തമല്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് തന്റെ ബോഡി ഗാർഡിന്റെ കൂടെ ഹോം അവന്റെ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ പ്രേതം ഓടിക്കാനായി നിൽക്കാണ്. അവൻ പീച്ചിന്റെ കൂടെ നിന്ന് പീച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതേ കണക്ക് ഇവിടെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള പ്രേതം പോയോ ഇല്ലയോ എന്ന് അവന് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അവിടെ കുറച്ച് മന്ത്രങ്ങളൊക്കെ എഴുതി ഭിത്തിയിൽ ഒട്ടിക്കുന്നൊക്കെ ഉണ്ട്. ഇൻ കേസ് പ്രേതം ഇവിടെ ഇല്ലെങ്കിൽ അതിനി മടങ്ങി വരരുത് എന്ന ഒരു രീതിക്ക്. അങ്ങനെ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു പ്രോപ്പർട്ടി വാങ്ങാനായി താല്പര്യപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ ഡോക്ടർ തന്നെയാണ് മുന്നേ പീച്ചിന്റെ കാണാനായി അവന്റെ വീട്ടിലേക്ക് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അയാളാട്ടെ ഇവിടുത്തെ പ്രേതത്തെ ഓടിച്ചാല് ഇത് വാങ്ങാനായിട്ടുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടിയാണ് ഹോം ഇപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്ന വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.